സാംസ്കാരിക മന്ത്രി ശ്രീ കെ.സി. ജോസഫാണ് ഇന്ന് വ്യൂ പോയിന്റിൽ. സർ, വെൽക്കം. താങ്ക് യു. മന്ത്രിസഭാ പുനഃസംഘടനാ ചർച്ചയിൽ തലസ്ഥാനത്ത് വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് താങ്കൾ. എന്തുകൊണ്ടാണ് പുനഃസംഘടനാ ചർച്ചകൾ പരാജയപ്പെടാൻ ഉണ്ടായ സാഹചര്യം? ഒന്നാമത്തെ കാര്യം, മന്ത്രിസഭാ പുനഃസംഘടന വിഷയമായിരുന്നില്ല. ആകെ ചർച്ച ചെയ്തത് മന്ത്രിസഭയിൽ നിലവിലുള്ള ശ്രീ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒഴിവ് നികത്തുന്ന കാര്യം മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള പുനഃസംഘടന ഡൽഹിയിലോ കേരളത്തിലോ ചർച്ച ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അത് പരാജയപ്പെട്ടിട്ടുമില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നത് അജണ്ടയുടെ ഭാഗമായിരുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഹൈക്കമാൻഡിൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്തത് മന്ത്രിസഭാ പുനഃസംഘടനയല്ല, മന്ത്രിസഭയിലുള്ള ശ്രീ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒഴിവ് നികത്തുന്ന കാര്യമാണ് എന്നാണ്. ഞാൻ രമേശിൻ്റെ പേരെ പറഞ്ഞില്ലല്ലോ, പറയാത്ത കാര്യം തന്നെ പറയുന്നത്. പക്ഷേ ആ ഒഴിവിൽ KPCC പ്രസിഡന്റിനെ ഉൾപ്പെടുത്തുന്ന കാര്യം ഗൗരവമായി പരിഗണിച്ചിരുന്നു. അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവണമെന്നത് ഞങ്ങളുടെ എല്ലാം വലിയ ആഗ്രഹമാണ്, കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെയും UDFൻ്റെയും. പക്ഷേ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഞങ്ങൾക്കൊരു പാർട്ടി സംവിധാനമുണ്ട്. പുനഃസംഘടനയാണെങ്കിലും ഉൾപ്പെടുത്തലാണെങ്കിലും തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനമാണ്. തൽക്കാലം പാർട്ടിയിൽ മാറ്റം വേണ്ട. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് മന്ത്രിസഭാ പുനഃസംഘടന എന്ന് തന്നെയല്ലേ അർത്ഥം? അതിന് മറ്റെന്തെങ്കിലും അർത്ഥമുണ്ടോ? മന്ത്രിസഭയിലുള്ള ഒഴിവ് നികത്തലാണ്, പുനഃസംഘടനയല്ല. പുനഃസംഘടന ടോട്ടൽ, അതിൻ്റെ അർത്ഥം വളരെ വലിയ വ്യാപ്തി ഉണ്ടാകും. ടോട്ടൽ റീഷഫിൾ വാസ് നെവർ കൺസിഡേർഡ് ബൈ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ടോട്ടൽ റീഷഫിൾ അല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് റീഷഫിൾ. എന്ത് വാക്ക് പറഞ്ഞാലും ഞാൻ മലയാളത്തിൽ പറയുന്നു, ചർച്ച ചെയ്തത് ഗണേഷ് കുമാറിൻ്റെ ഒഴിവ് നികത്തുന്ന കാര്യം മാത്രമാണ്. അതായത് രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ രമേശിന് മന്ത്രിസഭയിൽ വരാൻ താല്പര്യമില്ല എന്നും, എന്നാൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് അദ്ദേഹം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ മന്ത്രിസഭയുടെ ഭാഗമാകണമെന്നും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാൻ അതുവഴി സാധ്യമാകും എന്ന നിലപാടുണ്ടായിരുന്നു എന്നുമാണ് വാർത്ത. അത് തെറ്റാണോ? ഇതെല്ലാം ഓരോരുത്തരുടെ നിഗമനങ്ങളാണ്. പിന്നെ എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ മന്ത്രിസഭയുടെ ഭാഗമാകണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നില്ല? അതെനിക്കറിയില്ല, അദ്ദേഹത്തോട് ചോദിക്കണം. അങ്ങനെ ഒരു വാർത്ത താങ്കൾ കണ്ടോ? അങ്ങനെ വാർത്ത ഞാൻ കണ്ടു, അതേപറ്റി ഞാൻ കമൻറ്റ് ചെയ്യാൻ ഞാനാണല്ല. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നും, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമാകും എന്ന് ഏതാണ്ട് ഉറച്ചു തന്നെ വിഭാഗം വിശ്വസിക്കുകയും ചെയ്തിരുന്ന അവസ്ഥയല്ലേ ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത്? വിഭാഗമെന്നല്ല, കേരളത്തിലെ കോൺഗ്രസ്സുകാർ അല്ലെ UDF, കോൺഗ്രസിനപ്പുറത്തൊക്കെ UDF എല്ലാം ആഗ്രഹിച്ചു അദ്ദേഹം ക്യാബിനറ്റ് ഉണ്ടാകണമെന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ സാഹചര്യം വിലയിരുത്തി വ്യത്യസ്തമായ ഓപ്ഷൻസ് ചർച്ച ചെയ്ത ശേഷമാണ് കോൺഗ്രസിൻ്റെ ഉന്നതാധികാര സമിതിയായ ഹൈക്കമാൻഡ് തീരുമാനിച്ചത് തൽക്കാലം മാറ്റം വേണ്ട. അവിടെ ആ അധ്യായം തൽക്കാലം അവസാനിച്ചു, പാർലമെൻറ്റ് ഇലക്ഷൻ വരെ. ഇവിടുന്ന് താങ്കളും തുടർന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുമെല്ലാം ഡൽഹിയിൽ തമ്പടിച്ചിരുന്നത് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒഴിവ് നികത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണോ? മന്ത്രിസഭയിലുള്ള ഒഴിവ് നികത്തുന്ന കാര്യത്തെക്കുറിച്ചാണ്. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയുടെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഏറ്റവും ഒടുവിൽ വിഭാഗത്തിൽ നിന്ന് ശക്തമായി ഉണ്ടായി എന്നും, ഇനിയിപ്പോൾ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത് തൻ്റെ രാഷ്ട്രീയ ഭാവിക്കും പ്രതിച്ഛായയ്ക്കും ഗുണകരമാകില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് മന്ത്രിസഭയിലേക്കില്ല എന്ന് രമേശ് ചെന്നിത്തല സ്വയം തീരുമാനമെടുത്തുവെന്നും, മന്ത്രിസഭയിലേക്ക് വരാൻ ആദ്യം താല്പര്യം കാണിച്ചപ്പോൾ അതിനെല്ലാം തടഞ്ഞു നിർത്തിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന രമേശിൻ്റെ വാദം ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടു എന്നുമാണ് പുറത്തു വരുന്ന വാർത്ത. ഇത് മാധ്യമ സൃഷ്ടിയാണോ? ഇങ്ങനെയൊന്നും ശ്രീ രമേശ് ചെന്നിത്തല ആരോടും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം ഓരോ വിലയിരുത്തലുകളും നിഗമനങ്ങളുമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എല്ലാവരോടും സംസാരിച്ചു, KPCC പ്രസിഡന്റ് സംസാരിച്ചു, മുഖ്യമന്ത്രി സംസാരിച്ചു. ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് തൽക്കാലം സ്റ്റാറ്റസ് കോ തുടരട്ടെ, മാറ്റം വേണ്ട. അത് ആരെയെങ്കിലും നിരാകരിക്കലല്ല, ആരെയെങ്കിലും തള്ളിപ്പറയലല്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ കൈക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തു മാത്രമേ ഉള്ളൂ. ശരി, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിലേക്ക് നയിച്ചത് മന്ത്രിസഭയിലേക്കില്ല എന്ന രമേശ് ചെന്നിത്തലയുടെ ഉറച്ച നിലപാടല്ലേ? അതെനിക്കറിയില്ല.
താങ്കൾ ആ ചർച്ചകളുടെ ഭാഗമായിരുന്നു. ഞാൻ ചർച്ചയുടെ ഭാഗമായിരുന്നില്ല. ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു. ഞാൻ കെ പി സി പ്രസിഡന്റിനെ കണ്ടു, മുഖ്യമന്ത്രിയെ കണ്ടു, കേരളത്തിലെ എം പിമാരെ, പിന്നെ കെ സുധാകരൻ ഉണ്ടായിരുന്നു, പിന്നെ മുല്ലപ്പള്ളി ഉണ്ടായിരുന്നു, മന്ത്രിമാർ മുല്ലപ്പള്ളി ഉണ്ടായിരുന്നു, കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു, അവരുടെ എം എ ഷാനവാസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഡൽഹിയിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായി ചർച്ചയിൽ പങ്കെടുത്തവരാണ്. ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ കെ സി ജോസഫിൻ്റെ നീക്കങ്ങളെ രാഷ്ട്രീയ കേരളം മനസ്സിലാക്കിയെടുക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി എന്ന നിലയിലല്ല, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും അടുത്ത സുഹൃത്തും കോട്ടയത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അനുഭാവി എന്ന നിലയിലാണ്. സ്വാഭാവികമായും താങ്കൾ ഡൽഹി ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിയുടെ നിലപാട് എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയാണെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അത് ശരിയല്ലേ? ശ്രീ ഉമ്മൻചാണ്ടിയെപ്പോലെ തന്നെ എനിക്ക് വളരെ അടുത്ത ബന്ധമാണ് ശ്രീ രമേശ് ചെന്നിത്തലയോടുള്ളത്. അദ്ദേഹം ചങ്ങനാശ്ശേരി NSS കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ഏതാണ്ടൊരു 35-40 കൊല്ലക്കാലമായി അദ്ദേഹം അടക്കം ഞങ്ങളൊരു തലമുറ ഒരു കാലഘട്ടത്തിൽ ഒന്നിച്ചു വന്ന ആൾക്കാരാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, ഞാൻ ആ ക്യാബിനറ്റിൽ അംഗമാണ്, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ്. അതുപോലെയുള്ള വ്യക്തിപരമായ അടുപ്പം എനിക്ക് രമേശ് ചെന്നിത്തലയോടുണ്ട്. രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാകുന്നതല്ലേ സത്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസിന് ഏറ്റവും നല്ലത്, ഉചിതമായത്? അല്ല, ഇനി ഇപ്പോൾ